മന്ത്രി അവിടെ എത്തുന്നു, സംഭവസ്ഥലം സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തലസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. അതൊരു പതിവ് ശൈലിയായി മാറുന്നില്ല. കാരണം ഈ രാത്രിയാത്രാ നടത്തം പോലെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി രാത്രിയിലും ഇറങ്ങി നടക്കാവുന്ന പ്രദേശമായി തിരുവനന്തപുരത്ത് മാറ്റണം എന്നൊക്കെയുള്ള തരത്തിൽ വലിയ ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ മാനവീയം വീഥിയിൽ തന്നെ ഈ അടുത്ത കാലങ്ങളിൽ എത്രയോ തവണ ഇത്തരം ഏറ്റുമുട്ടലുകൾ, അക്രമങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ ഇതാ ഈ പ്രതികൾക്ക് മുൻപും ഇത്തരമൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു. വിനോദ് പറയുന്നതനുസരിച്ചാണ് എങ്കിൽ മറ്റൊരു കൊലപാതകത്തിൽ പങ്കാളികളായിട്ടുള്ളവരാണ് ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്നത്. അവർക്ക് വീണ്ടും ഇത്തരത്തിൽ കൊല ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അപ്പോൾ മന്ത്രി പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തുടരെ അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് അക്രമ സംഭവങ്ങളോ പലതും കൊലപാതകത്തിൽ കലാശിക്കുന്നു. മറ്റു പലതും ഈ മാനവീയ വീഥിയിലൊക്കെ പരസ്പരം ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യുക, പ്രത്യേകിച്ച് ഈ കേസിലെ പ്രതികളുടെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നേരത്തെയും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ഇവരെ പിടികൂടണമെന്ന ആവശ്യമാണ് പൊതുവിൽ നാട്ടുകാരിൽ നിന്ന് ഉയരുന്നതും. വളരെ പെട്ടെന്ന് ഇവരെ പിടികൂടുക, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, വേഗത്തിലുള്ള നിയമ നടപടികൾ, ഒരുപക്ഷെ വിചാരണ നടപടികൾ അനിശ്ചിതമായി നീളുന്നത് ഇവർ ജാമ്യത്തിലിറങ്ങുന്നതിനും വീണ്ടും ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനും ഇടയാക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ബൈറ്റുകളാണ് നമുക്ക് നേരത്തെ ലഭിച്ചതും. അപ്പോൾ എന്തുകൊണ്ട് ഇവരെ പിടികൂടുന്നില്ല? ഇപ്പോൾ ഓപ്പറേഷൻ ആഗ് എന്ന ഒരു നടപടി പോലീസ് കൊണ്ടുവന്നതാണ്. ഏതാണ്ട് സംസ്ഥാന വ്യാപകമായി 2000-ഓളം ഗുണ്ടകളെ വളരെ പെട്ടെന്നുള്ള ദിവസങ്ങളിൽ പിടികൂടി. അതിൽ തന്നെ ഏതാണ്ട് 300-ഓളം ഗുണ്ടകൾ, ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത് തിരുവനന്തപുരത്താണ്. അങ്ങനെ ചില നടപടികൾ ഇടയ്ക്കുണ്ടാകുന്നു. കാപ്പ പോലുള്ള നിയമങ്ങൾ, കാപ്പ ചുമത്തി പലരെയും ജയിലിലടയ്ക്കുന്നു. പക്ഷേ അപ്പോഴും ഈ പൂർണ്ണമായും ഗുണ്ടാ വാഴ്ച അത് തടയാൻ പോലീസിന് കഴിയുന്നില്ല. അതിശക്തമായ നടപടികളാണ് ഇവർക്കെതിരെ. അതാണല്ലോ വിനോദത്തിൽ പ്രധാനം. ഈ സംഭവം, ഇതിപ്പോൾ ഈ അഖിലിനെ കൊല ചെയ്ത സംഭവം, അതൊരു അപ്രതീക്ഷിതമായി ഒരു വാക്ക് തർക്കത്തെ തുടർന്ന് നടന്ന ഒരു കൊലപാതകം, അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത മറ്റേതെങ്കിലും യുവാക്കൾ തമ്മിലുണ്ടായ ഒരു ഏറ്റുമുട്ടൽ, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന ഒരു ഏറ്റുമുട്ടൽ, അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും അതിന് മറ്റ് തരത്തിൽ നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറയാം. ഇതിപ്പോൾ കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ആളുകൾ, അവർ ബാറിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഘർഷം നേരത്തെ ഉണ്ടാകുന്നത്. അതിൻ്റെ പകയെ തുടർന്നുള്ള ആസൂത്രിതമായ ഒരു കൊല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവിടെയാണല്ലോ വിനോദ് സൂചിപ്പിക്കുന്ന ഓപ്പറേഷൻ ആഗ് പോലെയുള്ള പദ്ധതികൾ പരാജയമായതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത്. പോലീസ് സേനയ്ക്ക് ആവശ്യത്തിന് ആളുകളില്ല എന്ന ന്യായമടക്കം നിരത്തിക്കൊണ്ടാണ് ആ പദ്ധതി ഉപേക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഗുണ്ടകൾക്ക് എന്തുമാകാം, ഞങ്ങൾക്ക് സേനയിലൊന്നും ആളില്ല എന്ന് പറഞ്ഞാൽ അവർ സ്വൈര്യവിഹാരം നടത്തിക്കൊള്ളട്ടെ എന്ന മറ്റൊരു രീതിയിലുള്ള ഒന്നായി അത് സമൂഹത്തിന് വായിച്ചെടുക്കേണ്ടി വരികയാണ്. അഭിലാഷ്, തീർച്ചയായും ഈ പല പദ്ധതികൾ പലപ്പോഴായി വരുന്നുണ്ട്. ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനും മറ്റുമായി പോലീസിന്റെ പല നടപടികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതെല്ലാം കാര്യക്ഷമമാണോ, വലിയ തോതിൽ ആ നിലയ്ക്ക് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. ഇപ്പോൾ കോട്ട എസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവർ ഈ സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണ്. ഇവിടുത്തെ സാഹചര്യം, സ്ഥലം, ഈ കൃത്യം നടന്ന സ്ഥലം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനിഷ്ഠൂരമായി നടത്തുന്ന ആദ്യത്തെ കൊലപാതകമല്ല ഇത്. കരമനയിൽ തന്നെ ഇതേ സ്ഥലത്ത് 5 വർഷം മുൻപ് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കൂടി ഉൾപ്പെട്ട കൊലപാതകമാണ് ഇപ്പോൾ നടന്നത്. ഈ കൊലപാതകം നടത്തുന്നു എന്നതിനപ്പുറം എത്ര പൈശാചികമായാണ് ഇവർ അത് ചെയ്യുന്നത് എന്നത് തന്നെയാണ് ഞെട്ടിക്കുന്നത്. അവിടെയാണ്